ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോബഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ വീഡിയോസ് പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് ലവ്ലി റണ്ണറിന്റെ ഫസ്റ്റ് എപ്പിസോഡിന്റെ പാർട്ട് സെക്കൻഡ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. സഞ്ജയ് മുകളിലത്തെ ഫ്ലോറിൽ നിന്നും ചാടുന്നത് കാണിച്ചാണ് ഫസ്റ്റ് പാർട്ട് എൻഡായത്. ഹീറോയിനെ കാണിക്കുന്നതും അവരുടെ ഫാൻസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ സഞ്ജയ് മരിച്ചെന്ന ന്യൂസ് സ്പ്രെഡ് ആകുന്നുണ്ട്. കുറച്ചു പേർ അത് ഫേക്ക് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അവനെ അവിടുന്ന് രക്ഷിക്കുന്നതിന്റെയും CPR കൊടുക്കുന്നതിന്റെയും വീഡിയോ കാണുമ്പോഴാണ് അവൾ ആ ന്യൂസ് വിശ്വസിക്കുന്നത്. അവിടെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എന്ന് ന്യൂസിൽ പറയുന്നത് കേട്ട് ഹീറോയിൻ അങ്ങോട്ടേക്ക് ചെല്ലും. ഹോസ്പിറ്റലിലേക്ക് പോകും വഴി ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നതിനിടെ തൊട്ടടുത്തു കൂടി പോകുന്ന ആളുടെ കൈ തട്ടി അവൻ ഗിഫ്റ്റ് കൊടുത്ത ആ വാച്ച് താഴെ വീഴുന്നുണ്ട്. അത് വെള്ളത്തിൽ നിന്നും എടുക്കാനായി അവൾ അവിടേക്ക് പോയി നോക്കുന്നുണ്ടെങ്കിലും താഴെ സ്റ്റെപ്പ് ആയതുകൊണ്ട് ഒന്ന് മടിക്കും. അതത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തനിയെ തന്നെ താഴേക്ക് ഇറങ്ങാൻ നോക്കുന്നതും ഉരുണ്ട് വെള്ളത്തിൽ വന്ന് വീഴും. അങ്ങനെ ഒരു വിധത്തിൽ ഇഴഞ്ഞും നിരങ്ങിയുമൊക്കെ വാച്ച് കയ്യിലെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ആ വാച്ച് പ്രകാശിക്കുകയും 3 എന്ന ടൈം കാണിച്ച് സ്റ്റോപ്പ് ആകുകയും ചെയ്യും. തൊട്ടടുത്ത ഒരു ബിൽഡിങ്ങിന്റെ സ്ക്രീനിൽ സഞ്ജയ് മരിച്ചതായി ന്യൂസ് കാണിക്കും. സങ്കടം സഹിക്കാനാവാതെ ഫോൺ ചെക്ക് ചെയ്യുന്നതും അതിലും അവന്റെ ഡെത്ത് ന്യൂസ് ആണ് ഹൈലൈറ്റ് ആയി പൊക്കോണ്ടിരിക്കുന്നത്. സഞ്ജയ് കുറച്ചു കാലമായി ഡിപ്രഷനിലായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള മെഡിസിൻസും എടുക്കുന്നുണ്ട്. ഒറ്റപ്പെട്ടുള്ള ജീവിതം ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കിയിരുന്നു, അതാണ് സൂയിസൈഡിലേക്ക് നയിച്ചത് എന്നൊക്കെ ന്യൂസിൽ പറയുന്നത് കൂടി കേൾക്കുമ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയും. തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നയാൾ ഡിപ്രഷൻ കാരണം മരിച്ചു എന്നത് അവളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. കുറച്ചു മുൻപ് തന്റെ മുന്നിൽ ചിരിച്ചു കളിച്ച് സംസാരിച്ചയാളിപ്പോൾ ജീവനോടെ ഇല്ല എന്നതോർത്ത് ഹീറോയിൻ പൊട്ടിക്കരയും. അന്നേരവും നേരത്തെ പോലെ വാച്ചിൽ ലൈറ്റ് കത്തുന്നുണ്ട്. അവിടെ ചുറ്റുമുള്ളതെല്ലാം സ്റ്റോപ്പ് ആകും. പെട്ടെന്ന് ഇങ്ങനെ വെള്ളത്തുള്ളി പോലും സ്റ്റോപ്പ് ആകുന്നത് കണ്ട് അന്താളിച്ചിരിക്കുന്ന ഹീറോയിനെ കാണിച്ച് കട്ട് ചെയ്താൽ പിന്നീട് കണ്ണു തുറക്കുന്നതും ഹീറോയിൻ ക്ലാസ്സിലെ ബെഞ്ചിലാണ് കിടക്കുന്നത്. ക്ലാസ്സിൽ ഉറങ്ങിയതിന് സാറ് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് കാലുകൾ അനങ്ങുന്ന കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. ദൈവമേ, സ്വപ്നത്തിലെങ്കിലും കാലുകൾ അനങ്ങുന്നല്ലോ എന്ന സന്തോഷത്തിൽ സാർ അവിടെ ഉണ്ടെന്ന് പോലും വകവയ്ക്കാതെ നേരെ അവനും തൊട്ടടുത്ത സ്കൂളിലാണല്ലോ പഠിച്ചിരുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത് ഒളിമ്പിക്സിൽ സ്വിമ്മിംഗ് കോമ്പറ്റീഷന്റെ പ്രാക്ടീസ് നടക്കുന്നതാണ് കാണിക്കുന്നത്. ആ കൂട്ടത്തിൽ സഞ്ജയുമുണ്ട്. അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് ചെല്ലും. പ്രാക്ടീസ് നടക്കുന്നിടത്ത് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമില്ല. പക്ഷേ സെക്യൂരിറ്റീസിനെ പോലും തള്ളി മാറ്റി അവൾ സഞ്ജയ് എന്ന് വിളിച്ച് അകത്തേക്ക് ഓടിച്ചെല്ലും. അവൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത് കണ്ട് ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. നിന്റെ ഉള്ളിൽ ഇത്രയും സങ്കടമുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒരിക്കലും നീ തനിച്ചാണെന്ന് മാത്രം ചിന്തിക്കരുത്. എന്തിനും ഞാൻ കൂടെയുണ്ട്. ഒരിക്കലും ഞാൻ നിന്നെ തനിച്ചാക്കി പോകില്ല. ഇനി എപ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. ഐ ലവ് യു എന്ന് പറയുന്നത് കേട്ട് സഞ്ജയ് ഒന്ന് ഞെട്ടുന്നുണ്ട്. അവന് ഇവൾ ആരാണെന്ന് പോലും അറിയില്ല. പെട്ടെന്നൊരു പെൺകുട്ടി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവനും സ്റ്റക്കായി നിൽക്കും. ഹീറോയിൻ ആകട്ടെ സ്വപ്നത്തിലെങ്കിലും ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് സെക്യൂരിറ്റീസിനോട് കെഞ്ചുന്നുണ്ട്. സെക്യൂരിറ്റീസ് അവളെ ഒരു വിധത്തിലാണ് വലിച്ചു പിടിച്ച് പുറത്താക്കുന്നത്. പിടിച്ച് തള്ളുന്നതിനിടയിൽ വന്ന് വീഴുന്ന ടൈം കാല് നന്നായി വേദനിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് സ്വപ്നമല്ല എന്ന കാര്യം തിരിച്ചറിയുന്നത്. ലാസ്റ്റായി കയ്യില വാച്ച് ഉണ്ടായിരുന്നില്ലേ എന്നോർത്ത് പോക്കറ്റിൽ തപ്പുന്നതും അതിൽ നിന്നും വാച്ച് കിട്ടും. സ്വപ്നമല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നടക്കുമ്പോഴാണ് പണ്ട് അമ്മുമ്മ പറഞ്ഞു കൊടുത്ത ഒരു കഥ ഓർമ്മ വരുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയും ആത്മാവും സ്പ്ലിറ്റ് ആകും. നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാനായി നമ്മൾ ഈ ഭൂമിയിൽ തന്നെ കുറച്ചു കാലം കൂടി ജീവിച്ച് ആഗ്രഹം പൂർത്തീകരിച്ച് സാങ്ഷ്യൂ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അണ്ടർവേൾഡിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞത്. അയ്യോ, അപ്പോ ഞാൻ മരിച്ചു എന്നവൾ ചിന്തിക്കുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് സഞ്ജയ് പ്രാക്ടീസ് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ സൈഡിലായി ഇരിക്കുന്ന ഹീറോയിനെയാണ്. തട്ടി വിളിക്കുന്നത്, നിനക്കൊരു കാര്യം അറിയാമോ? ഞാനും നീയും മരിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോ ആത്മാക്കളാണ് എന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അവന് ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന ഡൗട്ട് വരും.
ഹീറോയിന്റെ കയ്യിലെ വാച്ച് കണ്ട് ഇതുപോലൊന്ന് എന്റെ കയ്യിലുമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതും ആ ടൈം ഇത് നിന്റേതാണെന്ന് പറഞ്ഞ് അവൾ അവനെ അത് ഏൽപ്പിക്കുന്നുണ്ട്. നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാകും, നമുക്ക് ഒരുമിച്ച് കുറച്ചു കാലം ഇവിടെ സ്പെൻഡ് ചെയ്ത് അതിനുശേഷം ഈ ബ്രിഡ്ജ് ഒരുമിച്ച് ക്രോസ് ചെയ്യാം. പക്ഷേ ആ സമയം എന്റെ അമ്മയും അമ്മുമ്മയും ഞാൻ മിസ് ചെയ്യും, അവരവിടെ തനിച്ചാകില്ലേ എന്ന് പറഞ്ഞ് കരയുന്നത് കണ്ട് എന്നാലും സാരമില്ല, നമുക്കിവിടെ ഒരുമിച്ച് ജീവിക്കാം. അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാക്കി അവൻ മുന്നോട്ട് നടക്കുന്നതും അവൾ അവനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ പോകാൻ സമ്മതിക്കില്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് അവനെ പോകാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തും. ഇത് കേട്ട് പേടിച്ച് അവളെയും തള്ളി മാറ്റി പെട്ടെന്ന് തന്നെ അടുത്ത് കാണുന്ന ഒരു ടാക്സി വിളിച്ച് അതിൽ കയറിപ്പോകും. ഇത് കണ്ട് ഹീറോയിൻ അണ്ടർ വേൾഡിലേക്ക് ടാക്സി സർവീസ് തുടങ്ങിയോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അന്നേരമാണ് ഹീറോയിന്റെ അമ്മ കോൾ ചെയ്യുന്നത്. ഒരു ഡൗട്ടോടു കൂടിയാണ് കോള് അറ്റൻഡ് ചെയ്യുന്നത്. നീ ക്ലാസ് കട്ട് ചെയ്ത് എവിടെയാടി പോയത് എന്ന് അമ്മ ഫോണിലൂടെ ബഹളം വെക്കുന്നതും അത് സ്വന്തം അമ്മയാണെന്ന് ഉറപ്പുവരും. അന്ന് ഹീറോയിൻ വീട്ടിലെത്തുന്നതും അമ്മയെയും അമ്മൂമ്മയും കാണുമ്പോഴാണ് സമാധാനമാകുന്നത്. അമ്മൂമ്മ ഇപ്പോ നോർമലാണ്, വേറെ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നതുകൂടി കാണുമ്പോഴേക്കും ഒരുപാട് ഹാപ്പി. 2007 കാണുമ്പോഴാണ് താൻ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് വന്ന കാര്യം മനസ്സിലാവുന്നത്. സ്വന്തം റൂമും ബെഡുമൊക്കെ കാണുമ്പോഴും അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അതിനേക്കാളും ഏറ്റവും സന്തോഷം തോന്നുന്നത് അവളിപ്പോ വന്നു നിൽക്കുന്നത് ആക്സിഡന്റിന് മുന്നേ ഉള്ള സമയത്താണ്. തന്റെ കാലുകൾ ഓക്കെ ആയിരിക്കുന്നത് കണ്ട് കാലൊക്കെ പിടിച്ച് സന്തോഷത്തോടെ കരയുന്നുണ്ട്. അന്ന് കിടന്നുറങ്ങുന്ന ടൈം ഇനി നാളെ എങ്ങാനും ഞാൻ തിരിച്ച് ഫ്യൂച്ചറിലേക്ക് പോയാലോ എന്ന് ചിന്തിച്ച് അമ്മയുടെയും അമ്മുമ്മയുടെയും ഇടയിലാണ് കിടന്നുറങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റ് കാലനക്കാൻ ശ്രമിക്കുന്നത് കാലുകൾ അനങ്ങാത്തത് കണ്ട് തിരിച്ച് ഫ്യൂച്ചറിലെത്തി എന്ന് കരുതി നോക്കുമ്പോഴാണ് അവളുടെ കാലിനും കുറുകെ ചേട്ടൻ കിടക്കുന്നത് കാണുന്നത്. ആ പേരും പറഞ്ഞ് രാവിലെ തന്നെ ചേട്ടനുമായി അടികൂടുന്നുണ്ട്. അന്ന് സന്തോഷത്തോടെ ആടിപ്പാടിയാണ് സ്കൂളിലേക്ക് ചെല്ലുന്നത്. സഞ്ജയ് വീട്ടിൽ ചെന്ന് ചെക്ക് ചെയ്ത സമയം അവന്റെ വാച്ച് അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇത് ഹീറോയിന്റെ വാച്ചാണെന്ന് മനസ്സിലാക്കി അവൾക്ക് വാച്ച് തിരികെ കൊടുക്കാനായി വെയിറ്റ് ചെയ്യും. സഞ്ജയെ കാണുന്നതും ഹീറോയിന് അവൻ ഫ്യൂച്ചറിൽ മരിക്കുന്ന കാര്യമാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ അതോർത്ത് കരയുന്ന ടൈം അപ്പോഴേക്കും മഴ തുടങ്ങും. സഞ്ജയ് അവന്റെ കയ്യിലുള്ള കുട അവൾക്ക് പിടിച്ചു കൊടുക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആകുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.